ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്കുള്ളതാണെങ്കിലും ഇടക്കാല ബഡ്ജറ്റും അത് അടുത്ത കുറച്ച് മാസത്തേക്കുള്ള പണം ചെലവഴിക്കാനുള്ളൊരു അവകാശമാണ് സാധാരണ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ എടുക്കുക. അപ്പോൾ അതിനകത്ത് ഓട്ടോൺ അക്കൗണ്ടാണ് പ്രധാനമായിട്ടും വരുന്നതെന്നുള്ളത് കൊണ്ട് ബഡ്ജറ്റിനകത്ത് പ്രധാനപ്പെട്ട പോളിസി കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ആ പോളിസി പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരുന്നത്. ടെലിവിഷൻ മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ഒക്കെ ആദ്യ റൗണ്ട് അഭിപ്രായം പറഞ്ഞത് തന്നെ കേട്ടു. പ്രതീക്ഷ ഒട്ടും പാലിക്കുന്ന തരത്തിലേക്കോ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കോ ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായൊരു ബഡ്ജറ്റ് ആയില്ല എന്ന് ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതിനപ്പുറം ഒരു പഴയ കാര്യം കോപ്പി പേസ്റ്റ് എന്ന നിലയിൽ മാത്രം പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യം വന്നത്. എന്ന് മാത്രമല്ല, പൊതുവിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. കുറേ കാലമായിട്ട് ഇത്തരം കണക്കുകളില്ല. ഇപ്പോൾ 21 നമ്മുടെ സെൻസസ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന പോലെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് എക്കണോമിക് രംഗത്തെ വിശദമായ റിവ്യൂ രേഖകൾ പാർലമെൻറ്റ് വന്നായിട്ട് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കിട്ടിയെന്ന് അറിഞ്ഞൂടാ. സാധാരണഗതി വരുന്നതനുസരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ പൊതു സാഹചര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഞാൻ ഈ കാര്യം നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു. സാമ്പത്തിക രംഗത്തൊരു ചെറിയ മരവിപ്പുണ്ട് ഇന്ത്യയിലാകെ. കേരളത്തിലും അതുണ്ട്. അതെങ്ങനെ മനസ്സിലാവുന്നത്? ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ സിമെൻറ്റിൻ്റെ വില 460 നിന്ന് 350 പോയി എന്നുള്ളത് ഡിമാൻഡിൻ്റെ ഒരു കാര്യമാണ്. സിമെൻറ്റ് മാത്രമല്ല, മറ്റു പല സാധനങ്ങളുടെയും വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമല്ല. ചില സാധനങ്ങളുടെ ഉൽപ്പാദന മേഖലയിൽ ഒരു കുറവുണ്ട്. ഇന്ത്യയിലാകെ ഇതുണ്ട്. ആ ഇന്ത്യയിലാകെയുള്ള ഉൽപ്പാദന കുറവിനെ നേരിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് കൂടുതൽ തൊഴിലവസരം ഉണ്ടാവാൻ, കൂടുതൽ നിക്ഷേപം വരാൻ കുറേയേറെ പദ്ധതികൾ അനൗൺസ് ചെയ്യുകയും മാന്ദ്യവിരുദ്ധ പാക്കേജ് സാധാരണഗതിയിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, നമ്മുടെ എക്കണോമി ഒന്ന് സജീവമാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ വരേണ്ടതായിരുന്നു. ഇത് പൊതുവിൽ രാഷ്ട്രീയത്തിന് അതീതമായൊരു വിലയിരുത്തൽ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത്. ഒരു കേരളത്തിലായാലും സാമ്പത്തിക രംഗത്ത് സാധാരണഗതിയിൽ നമുക്കൊരു ക്ഷീണം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആളുകളുടെ പണം എത്തണം. ആളുകളുടെ പണം എത്തണമെങ്കിൽ തൊഴിലുണ്ടാവണം, വരുമാനം ഉണ്ടാവണം, അതെല്ലാ മേഖലയിലും പണം എത്തണം. അതിന് സഹായകരമായ നിലപാടുണ്ടാക്കാൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അത് വലിയ പ്രതീക്ഷയോടുകൂടി സംസ്ഥാനവും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ടില്ല. വാസ്തവത്തിൽ നേരത്തെ ഇപ്പോൾ ഞാൻ ചില കണക്കുകൾ ഇതിനകത്തുണ്ട്, എല്ലാ കണക്കുകളും പറയുന്നില്ല. ഇതിനകത്ത് ചില കാര്യങ്ങൾ ഇതിനകത്തുള്ളത് പൊതുവിൽ അതിൻ്റെ ഒരു ട്രെൻഡാണ്. ആ പൊതു ട്രെൻഡ് നോക്കുമ്പോൾ ഈ സാമ്പത്തിക രംഗത്തെ ഒന്നാമത്തെ അതിൻ്റെ ആരോഗ്യം നോക്കാം. അത് ഞാനിപ്പോൾ അസംബ്ലിയിലും പറഞ്ഞിരുന്നു. ആകെയുള്ള ബഡ്ജറ്റിൻ്റെ സൈസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ടെക്നിക്കലി ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 47 ലക്ഷം കോടിയിലധികമാണ്. 47 ലക്ഷം കോടിയിലധികം ഉള്ളതിൽ 17 ലക്ഷം കോടിയും ബോറോയിങ് ആണ്. നിങ്ങൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ ശ്രീലങ്ക പോലെ ആവുമെന്ന് റിപ്പോർട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ ചെയ്ത ആളുകളാണ്. എല്ലാം നോക്കിയിട്ടായിരിക്കത്തില്ല, റിപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ. 17 ലക്ഷം എന്ന് പറഞ്ഞാൽ ആകെയുള്ള ബഡ്ജറ്റ് സൈസിൻ്റെ 36%, ശതമാനത്തിനകത്ത് ചില 1% വ്യത്യാസം കാണും. 36% വരുന്ന കടമാണ് കേന്ദ്രത്തിൻ്റെ. അതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നത്, ആകെ ഈ വർഷത്തെ ഇതിനകത്ത് കണക്കിലുണ്ട്, ഈ വർഷം പലിശ ഇനത്തിൽ കൊടുക്കുന്നത് 11,90,440 രൂപയാണ്. ആകെ ബഡ്ജറ്റിൻ്റെ സൈസ് 48 ലക്ഷം എന്ന് എടുക്കുക, റൗണ്ട് ചെയ്തു ഞാൻ. ആകെ കൊടുക്കുന്ന പലിശ 11,95,000, 12 ലക്ഷം എന്ന് എടുക്കുക. എത്ര ശതമാനം വരും? 25% അല്ലേ? 12 ലക്ഷം കോടി. ആകെ ചെലവ് എല്ലാം കൂടി വരുന്നത് 47 ലക്ഷത്തി 65,000 കോടിയാണ്. 48 ലക്ഷം എന്ന് എടുക്കുക. 48ൻ്റെ പകുതി 24 അല്ലേ? അതിൻ്റെ പകുതി 12, 25%. ഇന്ത്യ ഗവൺമെൻറ് ആകെ ചെലവാക്കുന്നതിൻ്റെ 25% പലിശയ്ക്ക് കൊടുക്കുക. സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലല്ല കേന്ദ്രത്തിൻ്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ബാക്കിയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾക്ക്. ആകെയുള്ള ചെലവിന്, നിത്യനിദാന ചെലവിനുള്ള പണത്തിൻ്റെ കാര്യത്തിലായാലും വലിയ തോതിലാണ് കടം. അതുകൊണ്ടെന്താ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആകെ ബോറോയിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5.8% ആണ്. ആകെയുള്ള നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ GDP-യുടെ 5.8% കഴിഞ്ഞ വർഷം കടമെടുത്തു എന്നാണ് ഇന്ന് മന്ത്രിയോടെ കൊടുത്ത കണക്ക്. കഴിഞ്ഞ വർഷം 6.4 ഇപ്പോൾ നടക്കുന്ന വർഷം 5.8%. അടുത്ത വർഷം അത് 5.1 ആവുമെന്നാണ് അവർ പറയുന്നത്.
ഒരു കാര്യം നിങ്ങൾ നോക്കണം, കേരളം വലിയ കടമെടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3% കടമെടുക്കാൻ പാടുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിനും FRBM എന്ന് പറഞ്ഞ ഒരേ ആക്റ്റാണ്. കേരളത്തിന് 11 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ആഭ്യന്തര വരുമാനം ഏകദേശം. ഈ വർഷം ഇനിയും കൂടും. കറണ്ട് ഇയറിൽ 11 ലക്ഷം കോടിയാണ് നമ്മുടെ ആഭ്യന്തര വരുമാനം. ആ 11 ലക്ഷത്തിൻ്റെ 3% എടുക്കാം എന്നുള്ളതാണ് കണക്ക്. കേന്ദ്രത്തിനും ഇതേ 3% എടുക്കാവുള്ളൂ. അവിടെ 2 കോടി ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തുകയാണല്ലോ വരിക. അതിൻ്റെ 3% എടുത്തത്, 5.8% എടുക്കുന്ന ആളുകളാണ് പറയുന്നത് കേരളം 3 എടുക്കാവുള്ളൂ. എന്നിട്ടോ കഴിഞ്ഞ വർഷം മുൻപെടുത്ത കിഫ്ബിയുടെയും മറ്റും പേര് പറഞ്ഞ് വെട്ടിക്കുറച്ചിട്ട് 2.5% തന്നുള്ളൂ. ഇത് ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ധനകാര്യ അവസ്ഥയുടെ. ഇത് നമ്മളെ എല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ ആകെ ഇന്ത്യയിൽ ചിലവാക്കുന്നതിൻ്റെ 4/1 കടമെടുത്തിട്ടാണ്. ആകെ ഇന്ത്യ ചിലവാക്കുന്നതിൻ്റെ 25% പലിശ കൊടുക്കുകയാണ്. ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറൗണ്ട് 40%, 36% കടം മേടിക്കുന്നതാണ്. സാധാരണ ഒരു വ്യക്തി പോലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് നടത്താൻ പറ്റില്ല. ഇതാണ് പൊതുവിൽ നമ്മുടെ ഈ ബഡ്ജറ്റ് അറ്റ് ഗ്ലാൻസിൻ്റെ ആദ്യത്തെ പേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്ന പ്രധാനപ്പെട്ട കണക്ക്. പിന്നെ ഐറ്റം വൈസ് നോക്കുകയാണെങ്കിൽ ഇതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ബാധിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചില ഐറ്റങ്ങളിലേക്ക് പോവാം. നമ്മുടെ ടാക്സ്, കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് രേഖകളിൽ തന്നെ പറയുന്നു ടാക്സ് പിരിഞ്ഞ് കിട്ടാനുള്ളത് ഈ വർഷത്തെ. ഇവിടെ നമ്മൾ പല CAG റിപ്പോർട്ടൊക്കെ വരാറുണ്ടല്ലോ. 21,30,407 കോടി രൂപ ടാക്സ് പിരിഞ്ഞ് കിട്ടാനുള്ളത് പിരിച്ചിട്ടില്ല. അതിനകത്ത് നോൺ ഡിസ്പ്യൂട്ടഡ് ടാക്സ്, ഒരു തർക്കവുമില്ലാത്ത ടാക്സ് 9,08,430 കോടി രൂപ. 9,08,430 കോടി രൂപ ഒരു തർക്കവുമില്ല, അംഗീകരിച്ചു. ഇതുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതാണ്. 9 ലക്ഷത്തിൻ്റെ പിരിച്ചു കഴിഞ്ഞാൽ ഒരു 27,000 കോടി രൂപ നമുക്ക് കിട്ടേണ്ടതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ പോയി. ഈ കണക്കൊന്ന് നോക്കിയാൽ മതി. കണക്കുകൾ നോക്കുമ്പോൾ അറിയാം ഈ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച്. അപ്പോൾ ഇത്രയും ആ കണക്കിനകത്തുണ്ട്. ഇത് ബഡ്ജറ്റ് രേഖയെന്ന് ഞാൻ പറയുന്നതാണ്. പിന്നീട് ഇതിനകത്തുള്ള ഓരോ മേഖലയിലും പണം കുറച്ചേക്ക് നിങ്ങൾ നോക്കുക. സാധാരണഗതിയിൽ ചില വലിയ ടാക്സ് ഒന്നും ഏർപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചുകൂടി പണം കൂടുതൽ കണ്ടെത്തി ചെലവ് ചെയ്യേണ്ടതാണ്. ആകെയുള്ള ബോറോയിങ് 1 ലക്ഷം കോടി അവിടെ കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പെർസെൻറ്റേജായി. കഴിഞ്ഞ വർഷം 40% ആകെ ബഡ്ജറ്റ് സൈസിൻ്റെ 40% കടമായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാളും 1 ലക്ഷം കോടി കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന വിഹിതത്തിനകത്ത് കാര്യമായ വർധന അതുകൊണ്ട് തന്നെ വന്നിട്ടില്ല. അവർ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും വിലക്കയറ്റം കേരളത്തെക്കാളും അധികം വിലക്കയറ്റം ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ശരാശരി കണക്കുകൾ വന്നിട്ടുള്ളതാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കാര്യമായ പണം വെച്ചിട്ടില്ല. ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ള പണം അതിനകത്ത് വാസ്തവത്തിൽ ചെറിയ കുറവാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷമുള്ള ആക്ച്വലിനേക്കാളും 7,082 കോടി കുറവാണ് ഈ വിലക്കയറ്റം നേരിടാനുള്ള പണം വെച്ചതിനകത്ത് കുറവ്. അപ്പോൾ ആക്ച്വൽ പ്രൈസിൽ നോക്കുമ്പോഴത്തേക്ക് ആ 7,000 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കുറവ് വരും. കാരണം ഓരോ വർഷവും വരുമ്പം ആ നാണയത്തിൻ്റെ വില വരുമല്ലോ, വ്യത്യാസം വരുമല്ലോ. അതുപോലെ ഈ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ അമൃതക്കാൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി പറഞ്ഞു. മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രത്യേക ഗ്യാരണ്ടി പറഞ്ഞിട്ടൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്. 1,64,000 കോടി, അതായത് അവർക്ക് 24,494 കോടി രൂപയുടെ കുറവ് 23-24 ഈ വർഷത്തെ ബഡ്ജറ്റ് വരിക. ചെറിയ തുകയല്ലത്. 1,88,000 കോടി രൂപ ചിലവാക്കിയതിൽ നിന്നും 1,64,000 കോടിയിലേക്ക് കാർഷിക മേഖലയിലേക്കുള്ള അടങ്കൽ. അതിനകത്ത് കാർഷിക മേഖല പറഞ്ഞാൽ രാസവള സബ്സിഡിയാണ് പ്രധാനമായിട്ടും. ഈ യൂറിയ, അതുപോലെ ന്യൂട്രിയൻസ്, അതുപോലെയുള്ളതാണ്. അതിൻ്റെ ചാർജ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ LPG കണക്ഷൻ്റെ ഹെഡിൽ നിങ്ങൾ നോക്കിയാൽ മതി, 1 ലക്ഷം രൂപ വെച്ചിട്ടുള്ളൂ. ഇന്ത്യ രാജ്യത്തെ LPGയുടെ ഹെഡിൽ 1 ലക്ഷം രൂപ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥിതി അറിയാമല്ലോ. അപ്പോൾ LPG സബ്സിഡിക്ക് തന്നെ വെച്ചിരുന്ന പൈസ ആകെ 4,000 കോടി വെച്ചതിനകത്ത് സ്പെൻഡ് ചെയ്തത് 150 കോടി രൂപ മാത്രമാണ്. പെട്രോളിയം സബ്സിഡിയിലും ഇതേപോലെയുണ്ട്. വീടുകൾ കൊടുക്കുന്ന പദ്ധതിയിലാണ്. ആവാസ് യോജനയ്ക്കകത്തും ഇതേപോലെ വളരെ ചെറിയ ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ആകെ കൊടുത്ത വീടുകളിൽ 1,13,000 വീടുകൾക്ക് മാത്രമേ അവരുടെ സഹായം ഇത്ര വർഷമായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ കൊടുക്കുന്ന അത് തന്നെ തുച്ഛമായ തുകയാണ്, കൃത്യമായി കിട്ടുന്നില്ല. പോഷൺ അഭിയാനുള്ള പണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിക്കാണും. ചുരുക്കത്തിൽ ഒരു കാര്യമേ ഇതിനെ സംബന്ധിച്ചുള്ളൂ. സാധാരണഗതിയിൽ ഇന്ത്യയിലെ സാമ്പത്തിക രംഗം വലിയ തോതിൽ മുന്നോട്ട് പോകുകയാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നെങ്കിലും എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നില്ല. മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞങ്ങൾ 1 ലക്ഷം കോടി രൂപയുടെ കടം കുറച്ച് ഇപ്രാവശ്യം എടുക്കുന്നത്, സോ ദാറ്റ് ദ കോർപ്പറേറ്റ് ആൻഡ് പ്രൈവറ്റ്
സെക്ടർ ക്യാൻ ടേക്ക് ദാറ്റ് ലോൺ എന്ന് പറഞ്ഞത് നിങ്ങൾ ആ ബഡ്ജറ്റ് സ്പീച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കാണും. അങ്ങനെ പ്രൈവറ്റ് സെക്ടറിനൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ പബ്ലിക് ഫണ്ടിങ്ങിനകത്ത് കുറവ് വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ. ടാക്സിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ നേരത്തെ അളവ് കൊടുത്തുകൊണ്ടാണ് ഈ ടാക്സിൻ്റെ കാര്യത്തിൽ ഇത്രയും മൊത്തത്തിൽ ബഡ്ജറ്റിനകത്ത് ഇത്രയും കടമെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു അമൃതക്കാലല്ല, ഹെൽത്തി ആയിട്ടുള്ള സ്ഥിതിയിലല്ല രാജ്യം പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ആത്മാർത്ഥമായ ഒരു പ്രശ്നം എന്ന നിലയിലാണ് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. എന്നാൽ കാര്യമായ ഒന്നും തന്നെ ബജറ്റിലില്ല. കേരളത്തിനും കാര്യമായ ഒന്നും ലഭിച്ചിട്ടില്ല, ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇതൊരു വെറും കോപ്പി പേസ്റ്റ് ബജറ്റാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉന്നയിക്കുന്നത്. മാന്ദ്യവിരുദ്ധ പാക്കേജാണ് വേണ്ടിയിരുന്നത്, എന്നാൽ ആ തരത്തിലേക്കല്ല ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതടക്കം ഏത് തരത്തിലേക്കാണ് ഈ ബജറ്റ് നിരാശപ്പെടുത്തിയത്. നികുതി പിരിക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം അതിൽ വർധനയൊന്നും ഉണ്ടാകുന്നില്ല എന്നതടക്കം. കാർഷിക മേഖലയിൽ കൊടുക്കേണ്ട പണം കാര്യമായി കൊടുക്കുന്നില്ല. സാമ്പത്തിക രംഗം മുന്നോട്ട് പോകുന്നു എന്ന അവകാശവാദമുണ്ട്. എന്നാൽ സാമ്പത്തിക ഘടനയെ ഉത്തേജിപ്പിക്കാൻ ഈ ബജറ്റ് കൊണ്ട് കഴിയില്ല. ആരോഗ്യപരമായിട്ടല്ല സാമ്പത്തിക രംഗത്തിന്റെ പോക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്.